ഞങ്ങൾ ചെന്നൈയിൽ താമസമായതുകൊണ്ട് ഇവിടുത്തെ ആരെ പറ്റി നമുക്ക് അറിയില്ല. അത് കാരണം ഞാൻ ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ചു, ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇത് ഒരു വിളംബരത്തിന് വേണ്ടി, വിളംബരം മീൻസ് എന്താ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെയ്തതല്ല. ഇത്ര നല്ല മനസ്സിലുള്ള ഒരു ജ്യേഷ്ഠനെയും ഒരു സഹോദരനെയും കണ്ടതുപോലെയാണ് കുട്ടിപ്പാക്ക്. കാരണം ഞാനിവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നാൽ ഇവരെ വീട് വിൽക്കാൻ വേണ്ടി. സുബൈർ ബാപ്പു, ബഷീർ കുട്ടിപ്പ, മാമൻ. നമ്മൾ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ കരിമ്പ പഞ്ചായത്തിലാണ്. കരിമ്പ പഞ്ചായത്തിലെ കല്ലടിക്കോട് ടൗണിൽ നിന്ന് വെറും 2 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ നമ്മുടെ കെയർ ഓഫിൽ ഈ കാണുന്ന കണ്ട നിങ്ങൾ ഒരു പുത്തൻ വീട് വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട്. ഉടമ നമ്മളോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എത്രയാണ്? 90 ലക്ഷം. 90 ലക്ഷം രൂപ മാത്രം. നമ്മുടെ അപ്ന സപ്ന എന്ന ചാനലിലൂടെ നിങ്ങൾക്ക് ഞാൻ ഒരു 2 വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ ഓർമ്മക്കായിട്ട് 40 സെൻറ്റ് ഭൂമിയാണ് ഇഷ്ടദാനം ചെയ്തിട്ടുള്ളത്. ഇഷ്ടദാനം ചെയ്തപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ വ്യക്തികൾക്ക് പതിച്ചു കൊടുക്കുകയാണോ ചെയ്തത്, അതല്ല ട്രസ്റ്റിന് നിങ്ങൾ കൊടുക്കുകയാണോ ചെയ്തത്? ഇത് ഞങ്ങൾ ട്രസ്റ്റിന് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം നമ്മൾ എല്ലാവരെയും അന്വേഷിച്ച് പിടിച്ച് കൊടുക്കാനുള്ള സമയം ഇതുമില്ല. ഞങ്ങൾ ചെന്നൈയിൽ താമസമായതുകൊണ്ട് ഇവിടുത്തെ ആരെ പറ്റി നമുക്ക് അറിയില്ല. അത് കാരണം ഞാൻ ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ചു, ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. എത്ര മാസമായി ഇത് കൊടുത്തിട്ട് ഇപ്പോൾ 4 മാസത്തിന് മേലെയായി. വീട് പണി തുടങ്ങിയോ? പണി അപ്പോൾ നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചില്ലറ പണികളുണ്ട്. അത് നികത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട് വെക്കുക എന്നുള്ളതിലാണ്. എങ്ങനെയുള്ള ആൾക്കാരെയാണ് അവർ തിരഞ്ഞെടുക്കുക? മിനിമം അവർ ക്വാളിഫിക്കേഷൻ പറയുന്ന കിഡ്നി ഫെയിലിയറായി ഇത് ചെയ്യുന്ന എന്താ ഡയാലിസിസ് ചെയ്യുന്ന അവർക്ക് വീട്ടിലത്തെ താമസ സൗകര്യം ഇല്ല. അവര് കുറച്ച് ഇതായിരിക്കണമല്ലോ, എന്താ ഹൈജീനിക് ആയിട്ട് ഇരിക്കണമല്ലോ. അപ്പോൾ അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം എന്നുള്ളതാണ് ട്രസ്റ്റിന്റെ ഉദ്ദേശം. അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് ഇൻവോൾവ് ആയി. ഇതിപ്പോ പാലക്കാട് ജില്ലയിൽ മാത്രമാണ്? അല്ലല്ലേ, എവിടെ വേണമെങ്കിലും ഇതിന് അപേക്ഷ ക്ഷണിച്ചിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാണോ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അത് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ അതിന് നിങ്ങൾ ഔട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയാണോ? എങ്ങനെയാണ് ഇത് സിസ്റ്റം? ഇല്ല, അത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇതില് കൈമാറി കഴിഞ്ഞു. അപേക്ഷകൾ നോക്കി ചെക്ക് ചെയ്ത് അവർക്ക് വരുന്ന അപേക്ഷകളിൽ നിന്ന് അത് അപേക്ഷ ഇതുവരെ ക്ഷണം തുടങ്ങിയിട്ടില്ല. അത് കൂടുതൽ വിവരമാണെങ്കിൽ നിങ്ങൾ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്. അതിപ്പോ എവിടെയാണ് ഇതിന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? പെരിങ്ങോട്ട് കുറിശ്ശിയിലാണ്. ഞാനൊന്നുകൂടി ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനൊരു ഉദ്യമത്തിലേക്ക് വരാനുണ്ടായ കാരണം, നിങ്ങളെ പ്രചോദനമായിട്ട് എന്താണ് നിങ്ങൾക്ക്? ഒന്നുമില്ല, നമ്മള് ഇതൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല, തിരിച്ചു കൊണ്ടുപോകാൻ പോകുന്നില്ല. അപ്പൊ എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കും ഓർമ്മയിലാണ് എനിക്ക് ഈ സാധനം എല്ലാം കിട്ടിയത്. അത് അവർക്ക് എന്തെങ്കിലും അവരെ പേര് നിലനിർത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതാണ്. ഇത് അവരുടെ സ്വത്ത് തന്നെയാണ്? അല്ല, ക്യാഷ് കൊടുത്ത് ഞാൻ വാങ്ങി കൊടുത്തതാണ്. നിങ്ങൾ ക്യാഷ് കൊടുത്ത് പുറത്തുനിന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ്. ഞങ്ങൾ ഇത് ഒരു വിളംബരത്തിന് വേണ്ടി, വിളംബരം മീൻസ് എന്താ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെയ്തതല്ല. ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു. അത് ആർക്കെങ്കിലും ഞങ്ങൾ കാരണം മറ്റുള്ളൊരു പ്രചോദനമാവട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ചെയ്തത്. അത് ട്രസ്റ്റിനെ ഏൽപ്പിച്ചു. ട്രസ്റ്റുകാരെ അവർ വേണ്ട ആൾക്കാരെ നോക്കി, അതിന് അർഹതരായപ്പെട്ടവരെ നോക്കി അവർ ചെയ്തു കൊടുക്കുന്നുള്ള ഉദ്ദേശത്തിൽ ട്രസ്റ്റിനെ ഏൽപ്പിച്ച്. മേഡത്തിന്റെ പേരെന്താ? മല്ലിക. മല്ലിക മേഡത്തിന്റെ പ്രത്യേകത കേട്ടോ, മലയാളി ആണെങ്കിൽ പോലും കേരളത്തിലല്ല ജനിച്ചു വളർന്നത് അല്ലേ മേഡം? നിങ്ങൾ ചെന്നൈയിലല്ലേ ജനിച്ചു വളർന്നത്? കോയമ്പത്തൂര്. അവിടെയാണ് ശേഷം അമ്മ ഇപ്പോ ഇവിടെ ഉണ്ട്, ചെർപ്പളശ്ശേരി ഉണ്ട്. പക്ഷെ ഞങ്ങൾ വളർന്നതും പഠിച്ചതും ഒക്കെ കോയമ്പത്തൂരായിരുന്നു. അപ്പം നിങ്ങൾ ശരിക്കും നിങ്ങളെ ആധാറിലെ അഡ്രസ് എന്താണ്? ചെന്നൈ. നിങ്ങളും രണ്ടുപേരും ശരിക്കും ഇവര് അണ്ണന്മാരാണ്, പാണ്ടികളെന്ന് പറയാം. പാണ്ടികൾ. എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു തമാശ പറഞ്ഞ കേട്ടോ. കാരണം വെച്ചാൽ അവരെ തമാശയിൽ പോലും വേദനിപ്പിക്കണേ എനിക്ക് ഇഷ്ടമല്ല. എന്തായാലും നിങ്ങളെല്ലാവരും ഈ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവരെയൊക്കെ കാണുമ്പോൾ, നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പം ഒന്നുമില്ലെങ്കിൽ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് കൈ കൊടുക്കുക. അതൊക്കെ തന്നെ നമുക്ക് ഏറ്റവും വലിയ സുഹൃത്തായി മാറും അല്ലേ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, നിങ്ങളിൽ ആർക്കൊക്കെ സന്മനസ്സുണ്ടോ അവര് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സമീപിക്കുക. അവരാണ് ഇത്
കൊണ്ട് നടത്തുന്നത്. ഇനിയിപ്പോ ഈ വീഡിയോ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ആ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നമ്പർ ചോദിക്കൂല്ലോ എന്നോട്. ഞാനെന്ത് ചെയ്യും? അതിന്റെ ഒരാളുടെ നമ്പർ തരാം. നിങ്ങൾ നേരിട്ട് അവരെ വിളിക്കുക. അവരുടെ കണ്ടീഷൻസ് പ്രകാരം നിങ്ങൾ യോഗ്യരാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. കാരണം ഇവർ തന്നെ പറഞ്ഞു, ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞത് കിഡ്നി ഫെയിലറായ ആൾക്കാർക്ക്, അതായത് ഒരു നിലക്കും ജീവിതം മുന്നോട്ട് പോവാൻ കഴിയാത്ത മാതാപിതാക്കൾ ഉണ്ടാവും, ഒഴിഞ്ഞു മാറി ചെറിയ പിഞ്ചു മക്കളായിരിക്കും, ചിലപ്പോൾ അച്ഛനായിരിക്കും സുഖമില്ലാതെ കിടക്കുന്നത്, ചിലപ്പോൾ അമ്മയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് ചെറിയ പിഞ്ചു മക്കൾ 18 വയസ്സാകാതെ ബാല്യത്തിൽ തന്നെ അനാഥയായി മാറുന്ന അല്ലേ, അങ്ങനെ ആൾക്കാരെയാണ് ഇവർ ലിസ്റ്റിൽ ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇനി പിന്നെ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന് എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അവരോട് തന്നെ അല്ലേ അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് അർഹതപ്പെട്ട ആളുകളിലേക്ക് അത് എത്തിക്കുക. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും പറയാനുള്ളത്, ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്ര നല്ല മനസ്സിലുള്ള ഒരു ജ്യേഷ്ഠനെയും ഒരു സഹോദരനെയും കണ്ടതുപോലെയാണ് കുട്ടിപ്പാക്ക്. കാരണം ഞാനിവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നാൽ ഇവരെ വീട് വിൽക്കാൻ വേണ്ടി, അപ്പോഴാണ് ഇവർ പറയുന്നത് ഞങ്ങൾ 40 സെൻറ്റ് ഇങ്ങനെ ചാരിറ്റിക്ക് കൊടുത്തിരുന്നില്ലേ. അപ്പോൾ ഇത്രയും നന്മ നിറഞ്ഞ മനസ്സ് ഇവർക്കുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് വീട് വെക്കാൻ സഹായിക്കാം, നന്മ നിറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ടാൽ വളരെ ഉപകാരമാണ്. ഇനി ദയാ ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ട് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന ആൾക്കാർ 600 സ്ക്വയർ ഫീറ്റിൻ്റെ 700 സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ വീട് വെച്ച് കൊടുക്കുകയുള്ളൂ ഉണ്ടാവുക. അതിലാറൊന്നും ഇപ്പോൾ എന്തായാലും പിന്നെ 3 സെൻറ്റ് 3.5 സെൻറ്റ് ഭൂമി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിൽ ഒരു 600 സ്ക്വയർ ഫീറ്റ് 700 സ്ക്വയർ ഫീറ്റ് വീട് വെച്ച് കൊടുക്കാൻ ഒരു 10 ലക്ഷം അല്ലെങ്കിൽ കുറേ ആൾക്കാർ കല്ലായിട്ടും സിമെൻ്റായിട്ടും അങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടും അവരെ സമീപിക്കണം. വെറും എനിക്ക് വീട് വേണമെന്ന് മാത്രം പറയാതെ, കിട്ടുന്ന കാര്യത്തിൽ മാത്രം താല്പര്യപ്പെടാതെ കൊടുക്കുന്ന കാര്യത്തിലും ഞാൻ തരാം എന്ന് പറഞ്ഞ് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ഒരു വീട് അല്ലെങ്കിൽ 3 ആൾ കൂടി അല്ലെങ്കിൽ 5 ആൾ കൂടി 10 ആൾ കൂടിയെങ്കിലും ഒരു വീട് നിങ്ങൾ നിർമ്മിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ വീട് കയറി വരുമ്പോൾ ഇവർക്ക് കിട്ടുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അങ്ങനെ വാക്കിനതീതമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവട്ടെ. ഇനിയും ഇവരെ പോലുള്ള 100 കണക്കിന് ദമ്പതികൾ മുന്നോട്ട് വന്ന് നമ്മളെ കേരളക്കരയിലുള്ള പാവങ്ങളുടെ പ്രശ്നങ്ങൾ അതിൽ പരിഹാരം കാണട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്